CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്ക് ഇഡിയുടെ സമ്മൻസ്. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. CMRL MD ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ളവർക്കും നോട്ടീസ് അയച്ചു. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഇപ്പോൾ വീണയ്ക്കും ഇഡിയുടെ സമ്മൻസ് അയച്ചിരിക്കുന്നു. എന്തായാലും വെള്ളിയാഴ്ച തന്നെ ചോദ്യം ചെയ്യലിന് കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നൊരു നിർദ്ദേശമൊക്കെ ലഭിച്ചിരിക്കുകയാണ്. പരമാവധി തെളിവുകളൊക്കെ ശേഖരിച്ച ശേഷമാണ് ഇഡി ഇങ്ങനൊരു നടപടിയിലേക്കൊക്കെ കടന്നിരിക്കുന്നത്. എന്തായാലും വീണയ്ക്കൊപ്പം മറ്റാർക്കൊക്കെയാണ് ഇഡി സമ്മൻസ് അയച്ചിട്ടുള്ളത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? വീണ ടി ഉൾപ്പെടെ 9 പേരാണ് ഈ വരുന്ന വെള്ളിയാഴ്ച ഇഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകുന്നതിന് വേണ്ടിയുള്ള സമ്മൻസ് അയച്ചിട്ടുള്ളത്. എക്സാലോജിക്കിൻ്റെ MD ശശിധരൻ കർത്ത ഉൾപ്പെടെ 9 പേരെയാണ് അന്വേഷണ സംഘം ഈ ഇഡിയുടെ ഓഫീസിലേക്ക് വിളിച്ചിരിക്കുന്നത്. കാരണം SFIOയെ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം SFIOയുടെ കയ്യിൽ നിന്ന് അവരുടെ കൈവശമുള്ള രേഖകളെല്ലാം തന്നെ ഇഡിക്ക് കൈമാറാൻ കോടതി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇഡി അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നത്. അതുകൂടി ആ വിവരങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വെള്ളിയാഴ്ച തന്നെ വീണ ടിയെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുന്നതിന് വേണ്ടി ഇഡി സമ്മൻസ് അയച്ചു കഴിഞ്ഞിരിക്കുന്നത്. കാരണം 132-ലധികം വിവരങ്ങളും രേഖകളുമാണ് SFIOയുടെ കൈവശത്തു നിന്നും ഇഡിക്ക് കൈമാറിയിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി അതുപോലെ CMRLുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ. എക്സാലോജിക്കിൻ്റെ തലപ്പത്തുള്ള വീണ ടിക്ക് 2,70,00,000-2,70,00,000 രൂപ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് സേവനം നൽകാതെയാണ് ഇത്രയും പൈസ നൽകിയതെന്നാണ് SFIOയുടെ കണ്ടെത്തൽ. ആ കണ്ടെത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇഡിയുടെ അന്വേഷണം ഈ വിഷയത്തിൽ കൂടുതൽ കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും SFIOയെ അവരുടെ കൈവശമുള്ള രേഖകളെല്ലാം തന്നെ ഇഡിക്ക് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇഡി ഈ രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കും വീണ ടിയെ ചോദ്യം ചെയ്യുക. മാത്രവുമല്ല, 2 ആഴ്ച മുമ്പാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ ഇഡി പരിശോധന നടത്തിയത്. തിരുവനന്തപുരത്തെ വീട്ടിൽ പരിശോധന നടത്തുമ്പോൾ വീണ ടിയുടെ മൊബൈൽ ഫോണും ഒപ്പം ചില ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച രേഖകളും പിടിച്ചെടുത്തിരുന്നു. ഇതിൽ നിന്നുള്ള ഫോറൻസിക് പരിശോധന, അതായത് മൊബൈൽ ഫോണിൽ നിന്നുള്ള ഫോറൻസിക് പരിശോധനയുമായി ബന്ധപ്പെട്ട രേഖകൾ സമാഹരിക്കണം. ഒപ്പം ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളനുസരിച്ചുള്ള ചോദ്യം ചെയ്യലും ഉണ്ടാകും. ഇതിനെല്ലാം ഉപരിയായി വീണ ടിക്ക് ചില സ്വകാര്യ ബാങ്കുകളിൽ ലോക്കർ സംവിധാനങ്ങളുണ്ട്. അതിൽ ചില രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇഡിയുടെ കണ്ടെത്തൽ. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ആ രേഖകൾ കൂടി വീണ്ടെടുത്തതിന് ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യുക. എന്തായാലും വെള്ളിയാഴ്ച രാവിലെ തന്നെ ഇഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് ഇപ്പോൾ ഇഡി നോട്ടീസ് നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല, ഏതാനും ദിവസം മുമ്പാണ് ഇഡിയുടെ ഡയറക്ടർ രാഹുൽ നവീൻ കൊച്ചിയിലെത്തി ഇഡിയുടെ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ചകൾ നടത്തിയത്. അതിനുശേഷം പഴുതടച്ച ഒരു അന്വേഷണത്തിലേക്ക് കടക്കാൻ ഡയറക്ടർ രാഹുൽ നവീൻ തന്നെ നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു. ആ നിർദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ ഒരു പ്രാവശ്യം മാത്രമാണ് ഇഡി അവരെ ചോദ്യം ചെയ്തത്. അത് പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ വീണ്ടും ഇഡി ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നു എന്നുള്ളത് ഇത് വളരെ ഗൗരവമായ കാര്യം തന്നെയാണ്. കാരണം ഈ ഇഡിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തെളിവുകൾ ഇല്ലാതെ തന്നെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിയമപരമായി അവർക്ക് അതിനുള്ള സാധുതകളും ഉണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് അതിനെ കോടതിക്ക് പോലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇഡിക്ക് കൂടുതൽ തെളിവുകൾ ലഭിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും SFIOയുടെ 132-ലധികം വിവരങ്ങൾ, രേഖകൾ ലഭിക്കുന്നു. അതുകൂടാതെ തന്നെ വീണ ടിയുടെ കൈവശത്തു നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോണുണ്ട്, അവരുടെ അക്കൗണ്ടുകളുണ്ട്. 3 അക്കൗണ്ടുകളായിരുന്നു ആദ്യഘട്ടത്തിൽ മരവിപ്പിച്ചതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 3 അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്. അപ്പോൾ ഈ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ വിശാലമായ ചോദ്യം ചെയ്യലിലേക്ക് ഇഡിക്ക് കടക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. ഒരു പക്ഷേ മറ്റ് നടപടികളിലേക്ക് പോയാൽ തന്നെയും അതിശയപ്പെടേണ്ട കാര്യമില്ല. കാരണം തെളിവുകൾ അത്ര കണ്ട് വീണ ടിക്ക് എതിരാണെന്നാണ് ഇഡി വൃത്തങ്ങൾ പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ SFIOയുടെ രേഖകൾക്കുപരിയായി ഈ പൈസ കൈമാറിയ CMRLലെ മേലുദ്യോഗസ്ഥർ, അതിനുപരിയായി അതിൻ്റെ MD ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ഇഡി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇവരെ എല്ലാം കൂടെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ വെവ്വേറെ ഇരുത്തി ചോദ്യം ചെയ്യാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട്. ഇഡി അവരുടെ അന്വേഷണം കടുപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ പരിശോധന നടക്കുന്ന സമയത്ത് ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ തരത്തിലുള്ള ഭീഷണിയും ഒപ്പം തന്നെ അവരുടെ വാഹനങ്ങൾ തടഞ്ഞു വെച്ച് ആക്രമിക്കുകയൊക്കെ ചെയ്ത വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കേസ് മറ്റൊരു തലത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു സാഹചര്യം
സാഹചര്യം ഇ ഡി സംബന്ധിച്ചിടത്തോളം അവരുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു നീക്കം രാഷ്ട്രീയപരമായി ഉണ്ടായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇ ഡി വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇ ഡിയുടെ ഡയറക്ടർ തന്നെ കൊച്ചിയിലെത്തിക്കൊണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്തുകയും അന്വേഷണം എങ്ങനെ വേണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇ ഡി ഡയറക്ടറിൻ്റെ നേരിട്ട് നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ വേഗത്തിൽ എന്നതിനപ്പുറത്തേക്ക് പരിപൂർണമായ രേഖകൾ കൈവശം വച്ചതിന് ശേഷം വീണ ടിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഏകദേശം 132 രേഖകൾ എന്ന് പറയുമ്പോഴേക്കും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വീണ ടി CMRലുമായി നടത്തിയിരിക്കുന്ന ഇമെയിൽ ഇടപാടുകൾ അല്ലെങ്കിൽ ഇമെയിൽ വഴിയുള്ള സന്ദേശം കൈമാറൽ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ SFI ഇ ഡിക്ക് കൈമാറിയിട്ടുണ്ട്. അതിൽ നിർണായകമായ വിവരങ്ങൾ ഉണ്ട് എന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ. കാരണം പൈസ കിട്ടിയതിന് ശേഷവും പൈസ ആവശ്യപ്പെട്ടുകൊണ്ടും ഉള്ള ഇമെയിലുകളാണ് അതിൽ പലതും. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഇൻവോയ്സുകൾ അടങ്ങിയ ഇമെയിലുകളുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിന് കൂടുതൽ ശക്തി പകരുവാൻ ഈ SFI നൽകിയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടിന് കഴിയും എന്നുള്ള പ്രതീക്ഷ ഇ ഡിക്കുണ്ട്. നിലവിൽ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഒരു അഭിമാന പ്രശ്നം തന്നെയാണ്. കാരണം വലിയ തരത്തിലുള്ള വിയോജിപ്പ് രാഷ്ട്രീയപരമായി അവർക്ക് നേരിടേണ്ടി വന്നു. മാത്രവുമല്ല അവരുടെ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചു. ഒരു അന്വേഷണം നേരായ വഴിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് പല മേഖലകളിൽ നിന്നുമുണ്ടായി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോടതിയാകട്ടെ ഇ ഡിക്ക് വളരെ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തുനിന്ന്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇ ഡിയുടെ അന്വേഷണം വളരെ വേഗത്തിൽ ഒപ്പം തന്നെ സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് ഇ ഡി ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ ഏറെ സമയം നീണ്ടുപോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം രേഖകൾ കൈവശമുണ്ട്. ഇതിൽ ഇടയ്ക്ക് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നു. ആ സെറ്റിൽമെൻറ്റ് സമയത്താണ് ഇത്തരത്തിൽ എക്സാലോജിക്കിന് സേവനം ചെയ്യാത്തതിന് പ്രതിഫലം നൽകിയതായി കണ്ടെത്തപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ എന്ത് തരത്തിലെ സേവനം നൽകി എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ചോദ്യം ചെയ്യലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇപ്പോൾ ഈ സമൻസ് അയച്ച് ഇവരെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരിലേക്ക് ചോദ്യം ചെയ്യലെത്തും അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും CMRനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷ നേടുന്നതിന് വിവിധ തരത്തിലുള്ള മാർഗ്ഗങ്ങൾ അവർ സ്വീകരിച്ചിരുന്നു. കാരണം ആദ്യം സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചിരുന്നു. സിംഗിൾ ബെഞ്ച് ഇതിന് മുന്നിൽ അവർ തടസ്സവാദം ഉന്നയിച്ച് അല്പം ഒരു തടസ്സം ഉണ്ടാകുന്ന തരത്തിൽ ഇ ഡിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് ആ തടസ്സം മാറ്റി ഇ ഡി അന്വേഷണം തുടങ്ങിയിരുന്നു. ആ സമയത്താണ് അവർ പരിശോധന നടത്തിയത്. കേരളത്തിലും ഒപ്പം തന്നെ ബംഗളൂരുവിലുമായി ഒരു പരിശോധന നടത്തുകയും വീണ ടിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്നും വീണ ടിയുടെ കൈവശത്തു നിന്നും രേഖകൾ പിടിച്ചെടുത്തത്. ഇത് രണ്ടാം ഘട്ടത്തിൽ എത്തുമ്പോഴേക്കും വീണ്ടും CMRൽ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഡിവിഷൻ ബെഞ്ചിന് മുന്നിലേക്ക് അന്വേഷണത്തിൽ കൃത്യമായ രേഖകളില്ല, ചില പുകമറകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണത്തിലേക്ക് ഇ ഡി കടക്കുന്ന തരത്തിലൊക്കെ തന്നെ CMRൽ പറഞ്ഞു വെക്കുകയും അങ്ങനെ തന്നെ കോടതിയെ സമീപിക്കുകയും ചെയ്തു. പക്ഷേ കോടതി വാദം പൂർണ്ണമായും കേട്ടതിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് വിധി പറഞ്ഞത്. അതിലൂടെ ഇ ഡിക്ക് വീണ്ടും ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു ഉറപ്പ് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വെള്ളിയാഴ്ച എത്തുന്നതിന് വേണ്ടി സമൻസ് അയച്ചിരിക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടി കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ എത്താൻ ആണ് വീണ ടിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഉടൻ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ ടി മാത്രമല്ല CMRൽ നിന്നുള്ള MD ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും. ഇതിനിടയിൽ കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ പിന്നീട് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ഉന്നത കോടതികളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം അന്ന് തന്നെ അവർ പല തരത്തിലുള്ള സാവകാശങ്ങൾ ഈ ഇ ഡിക്കെതിരെ അവർ ഹൈക്കോടതിയിൽ ചോദിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ ഹൈക്കോടതി വഴങ്ങിയില്ല. ഇനി ഒരു പക്ഷേ അവർക്ക് സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലൊരു നീക്കം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ പിന്നീട് മാത്രമേ കഴിയുകയുള്ളൂ. എന്തായാലും ഇ ഡി വിശാലമായ ചോദ്യം ചെയ്യലിന് തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പിന്നെ എന്തായാലും പരമാവധി തെളിവുകളൊക്കെ ശേഖരിച്ച് പഴുതടച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇ ഡി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ പരമാവധി തെളിവുകളൊക്കെ ശേഖരിച്ച ശേഷം വീണയെ ചോദ്യം ചെയ്യാമെന്നുള്ളൊരു നടപടി തന്നെയാണ് ഇപ്പോൾ ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് അനുകൂലമായ ഒരു ഉത്തരവൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമുണ്ട്. ഒപ്പം മറ്റുള്ളവർക്കും ഇത്തരത്തിൽ സമൻസും അയച്ചിട്ടുണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തെളിവുകൾ ഇത്തരത്തിൽ ഈ ഒരു രേഖകളൊക്കെ കൈമാറാൻ ഇ ഡിക്ക് കൈമാറണമെന്നൊരു നിർദ്ദേശമൊക്കെ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്ന സ്ഥിതിക്ക് ഈ ഒരു രേഖകളൊക്കെ ആർക്കൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉണർത്താനുള്ള സാധ്യത കൂടുതൽ? പ്രധാനമായിട്ടും ഈ CMRL കമ്പനി ആർക്കൊക്കെയാണ് ഇത്തരത്തിൽ ഈ
സേവനം ചെയ്യാതെ പ്രതിഫലം ഈ പൈസ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്താൻ ഒരു ഇ ഡി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്വേഷണം വ്യാപകമായി നീളും എന്നുള്ളത് ഉറപ്പാണ്. ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കൊക്കെ പൈസ നൽകിയതായി അന്ന് ഈ ആദായ നികുതിയുടെ സെറ്റിൽമെൻറ്റ് സമയത്ത് നൽകിയ ഡയറി കുറിപ്പിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഇ ഡി ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടില്ല. അതിൽ എക്സാലോജിക്കിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അന്വേഷണത്തിലേക്ക് ഇ ഡി കടന്നത്. കാരണം ആ സെറ്റിൽമെൻറ്റ് സമയത്ത് ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്ന പ്രധാനപ്പെട്ട പേരുകളിലൊന്ന് വീണ ടിയുടെ നേതൃത്വത്തിലുള്ള എക്സാലോജിക് കമ്പനി ആയിരുന്നു. കാരണം ഇവർ കൃത്യമായി സോഫ്റ്റ്വെയർ സപ്പോർട്ട് നൽകുന്ന ഒരു സ്ഥാപനം എന്നുള്ളതാണ്. സാങ്കേതികപരമായി ഉള്ള സഹായങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനം എന്ന നിലയിലാണ് അതിനെ ഡയറിയിൽ സൂചിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എക്സാലോജിക്കിലേക്കാണ് ഇ ഡിയുടെ അന്വേഷണം എത്തി നിന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരിലേക്ക് അന്വേഷണം പോയിട്ടില്ല. ഒരു പക്ഷേ ഇ ഡി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കടുപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ CMRൽ നിന്നും പൈസ കൈപ്പറ്റിയ ശേഷിക്കുന്ന മറ്റ് ആളുകളിലേക്ക് കൂടി അന്വേഷണം പോകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലൊരു നീക്കം നിലവിൽ ഇപ്പോൾ ഇയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. പക്ഷേ വീണ ടിക്കെതിരെയും എക്സാലോജിക്കിനെതിരെയും വലിയ തരത്തിലുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു തന്നെ പറയേണ്ടി വരും. കാരണം എക്സാലോജിക്കിനെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനി അതിൻ്റെ ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്ന ബംഗളൂരു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പരിശോധനകൾ അനിവാര്യമാണ് എന്നൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും പക്ഷേ അവിടെ നിന്ന് കാര്യമായ രേഖകളോ അല്ലെങ്കിൽ കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വിവരങ്ങളോ ഒന്നും തന്നെ ഇ ഡിക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് SFIOയുടെ അവരുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ കൂടി അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് ഇ ഡി കടന്നിരിക്കുന്നത്. SFIOയെ വീണ ടിയെ ചെന്നൈയിൽ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തതും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയതും അതിലേകദേശം 132-ലധികം രേഖകളും വിവരങ്ങളും ഉണ്ട് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. ആ രേഖകളുടെ കൂടി അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സാലോജിക്കും ഒപ്പം തന്നെ CMRലുമായി ബന്ധപ്പെട്ട് ഈ ക്രമമല്ലാത്ത തരത്തിലുള്ള പണം ഇടപാടുകൾ നടത്തിയിട്ടുള്ളവർക്കെതിരെ കർശന നടപടിയിലേക്ക് ഇ ഡി കടക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആ കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിക്ക് മുമ്പാകെ ഈ കേസ് ഇ ഡി എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്രമക്കേടുകൾ എന്തൊക്കെയാണ് നടന്നിരിക്കുന്നതെന്ന് കണ്ടെത്തേണ്ടത് ഇ ഡിയുടെ ബാധ്യത കൂടിയാണ്. അതിനാൽ ഇ ഡി ഏതറ്റം വരെയും പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഈ വീണ ടിക്ക് അല്ലെങ്കിൽ വീണ ടിയുടെ പേരിൽ മറ്റാരെങ്കിലും ആണോ ഈ പണം കൈപ്പറ്റിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് വീണ ടി ഇങ്ങനെ പൈസ കൈപ്പറ്റി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ട ആവശ്യം ഇ ഡിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ വീണ ടിയിൽ മാത്രം ഒതുങ്ങില്ല. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രമുഖരിലേക്കും ചോദ്യം ചെയ്യൽ പോകും എന്നുള്ളത് ഉറപ്പാണ്. CMRനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ആദ്യം സിംഗിൾ ബെഞ്ച് ഈ ഇ ഡിയുടെ അന്വേഷണത്തിന് ഒരു കാലതാമസം വരുത്തിയിരുന്നു. കൂടുതൽ രേഖകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഡിവിഷൻ ബെഞ്ചിൽ എത്തിയിട്ട് പോലും ആ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ഡിവിഷൻ ബെഞ്ച് തടയുന്നില്ല. അതും ഡിവിഷൻ ബെഞ്ച് വീണ ടിക്ക് എതിരെയായിരുന്നു, CMRനെതിരെയായിരുന്നു ആ വിധി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇ ഡി പോകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും പഴുതടച്ചുള്ള ഒരു അന്വേഷണവുമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇ ഡി മുന്നോട്ട് പോകുന്നത്. പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് വീണ ടിക്ക് ഇപ്പോൾ ഇ ഡി സമൻസ് അയച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് കൊച്ചി ഓഫീസിൽ ഹാജരാകാനൊക്കെയാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. CMRL MD ആയിട്ടുള്ള ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ളവർക്കും ഇപ്പോൾ ഇ ഡി സമൻസ് അയച്ചിട്ടുണ്ട്. എന്തായാലും വെള്ളിയാഴ്ചയാണ് ഇവർ ഹാജരാകേണ്ടത്, ചോദ്യം ചെയ്യലിനാണ് ഹാജരാകേണ്ടത്. ഈ ഒരു ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വരികയുള്ളൂ. കൂടുതൽ വിവരങ്ങൾ നൽകിയത് D. ബിനോയാണ്.